ഗൈസ്, അപ്പൊ റിഷാൻസ് വ്ളോഗിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, ഇന്ന് പെരുന്നാളായിട്ടും സ്കൂളും മദ്രസൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മള് പാറ വന്നേക്കുവാണ്. അപ്പൊ നമുക്ക് പാറയിലേക്ക് പോവാം. പണ്ടൊക്കെ ഇവിടെ വലിയ കാടൊന്നും ഇല്ലായിരുന്നു ഗൈസ്, ഇപ്പൊ ഫുൾ കാടൊക്കെയാ. കണ്ട ഗൈസ്, പൈനാപ്പിളൊക്കെ ഉണ്ടായി തുടങ്ങണേ ഉള്ളൂ. പിന്നെ മറ്റേ അണ്ണാന്റെ വാലൊക്കെ ഉണ്ട്, കണ്ടാ. പിന്നെ കുറെ മരങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ വാ ഗൈസ്, ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ, ഭയങ്കര വേർത്ത്. അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ആയതാ ഞാൻ. അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം. കണ്ട ഗൈസ്, ഇവിടെ പായലൊക്കെ ഇങ്ങനെ വെയിലത്ത് ഉണങ്ങി ഇതായിരിക്കണ്ട്, കണ്ടാ. ഇവിടെ ഒക്കെ ഫുൾ കാട് ഗൈസ്. നോക്കട്ടെ ഇവിടത്തെ കാഴ്ചകള്. ഇതേ കണ്ട ഗൈസ്, ഇവിടെയും പായലൊക്കെ ഉണ്ട്. കണ്ടതേ പൈനാപ്പിൾ ഇരിക്കണു. അവിടത്തെ പോലെയൊക്കെ തന്നെയാണ് ഗൈസ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ കൂടുതൽ ഈ ചെടി ഉണ്ട് ഗൈസ്. ഇത് എന്താലേ കൂടുതൽ ഈ സാധനം. പിന്നെ പണ്ടൊക്കെ ഇറങ്ങി ഇവിടെ അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് പോകാം ഗൈസ്. അതോ അയ്യാ, ഓക്കെ, ഞാൻ അങ്ങോട്ടേക്ക് വീഴൂ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ അഡ്വഞ്ചറായി അത് കടന്നിരിക്കുകയാണ് ഗൈസ്. പിന്നെ ബാ, ഇങ്ങോട്ടേക്ക് പോകാൻ വഴി ഉണ്ടായിരുന്നു അല്ലേ. അവിടെ നോക്കിയപ്പോ ഞാൻ കരുതി ഇവിടെ പുല്ലായിരിക്കും. ഇവിടെ എന്തൊരു സംഭവം ഉണ്ട് ഗൈസ്, കണ്ടാ. ഗൈസ് ദേ ഇവിടെ എന്തൊരു സംഭവം ഉണ്ട്, കണ്ടോ. എന്തൊരു കരിഞ്ഞിരിക്കണ സംഭവം. എന്തായിരിക്കും എന്തോ. അവിടെയൊക്കെ കാടാ ഗൈസ്, ഫുൾ വെയിലാ. അത് അവിടുന്ന് അങ്ങോട്ടേക്ക് നല്ലപോലെ വെയിലടിക്കാം. അപ്പൊ നമുക്ക് പൈനാപ്പിളിന്റെ അടുത്തേക്ക് പോവാം. പതിയെ പോവാം ഗൈസ്, നല്ല ഗ്രിപ്പ് വേണം ഇവിടേക്ക്. അതേ കാണുന്നു ഗൈസ് പൈനാപ്പിള്. ഞാൻ അവിടത്തെ വഴി ശ്രദ്ധിച്ചില്ല ഗൈസ്. വാ, ഇവിടെ ഉണ്ട് ഗൈസ് കുറെ പായല്. ഇവിടെയൊക്കെ പിന്നെ തണലുണ്ട് ഗൈസ്. നമ്മൾ താഴെ എത്തിയേക്കാണ് ഗൈസ്. കണ്ട നല്ല മുള്ളൊക്കെ ഉള്ള പൈനാപ്പിള് കണ്ട. ഞാൻ ഇതുപോലെ ആദ്യമായിട്ടാ ഗൈസ് കാണുന്നത്. ഈ പൈനാപ്പിളിന്റെ മണ്ടയിലായിട്ടൊരു ചെറിയ പൈനാപ്പിൾ ഉണ്ടാവണം, കണ്ടോ. അങ്ങോട്ടേക്ക് അടുത്തേക്ക് ചെന്ന് കാണിക്കണം എന്നുണ്ട്. നോക്കട്ടെ. കണ്ടോ, ഇത് ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട്. എന്തായിരിക്കും ചുവന്ന കളർ പൈനാപ്പിള്. പിന്നെ ഇവിടെ എന്തോ ഉണ്ട് ഗൈസ്, കാടായിരിക്കും. പിന്നെ ഗൈസ്, നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പാറ വന്നപ്പോ ഇവിടം വരെ ഒന്നും വന്നില്ല. നമ്മള് അവിടം വരെ വന്നിട്ട് പിന്നെ വീഡിയോ നിർത്തുന്നത്. ഇവിടെ പിന്നെ മറ്റേ കിളിയുടെ സൗണ്ട് ഒക്കെ ഉണ്ട് ഗൈസ്. പിന്നെ നല്ല തണലും ഉണ്ട്. ഇവിടെ ഈ മുള്ളു കൊള്ളും ഗൈസ് ഇതിന്റെ. കണ്ടോ, നമ്മൾ ഇങ്ങനെ തൊടുമ്പോ വലിയ കുഴപ്പമില്ല, പക്ഷെ അറിയാണ്ട് തൊടുമ്പോ അത്യാവശ്യം വേദനയുണ്ട്. പിന്നെ കണ്ടോ ഗൈസ്, അവിടെ എട്ടുകാലിന്റെ ഒരു വെറൈറ്റി എട്ടുകാല് കണ്ടോ. അതിന് ഞാൻ അധികം കാണാറില്ല, അത് 2-3 പ്രാവശ്യമൊക്കെ കാണാറുള്ളൂ. കളർഫുൾ എട്ടുകാലി. കണ്ടിട്ട് എട്ടുകാലിയുടെ ഷേപ്പും ഇല്ല, എന്നാലും വലയുണ്ടത്. എന്തായിരിക്കൂലേ. കണ്ട് ഗൈസ്, നമ്മുടെ ഏലം കണ്ടോ. താഴെ ഏലം ഉണ്ട്, പിന്നെ കുറെ കാടുണ്ട്. അവിടെ എന്തോ കാടാണ് ഗൈസ്. അപ്പൊ നമുക്ക് മേളിലേക്ക് പോവാം. അപ്പൊ നമുക്ക് കേറാം. അയ്യോ, എത്താറായി ഗൈസ് നമ്മൾ.
നമ്മളെത്തി ഗായ്സ്. അപ്പൊ നമുക്ക് പോവാം. അയ്യോ ഈ സ്ഥലം ഉണ്ടായിരുന്നില്ല. ബാ ഇവിടെ ഫുൾ കമ്പും ഇതൊക്കെ ആയതുകൊണ്ട് എല്ലാം കുത്തി കയറുക. വരട്ടെ ഗായ്സ്. അപ്പൊ നമ്മള് മേളിലേക്ക് എത്തിയിട്ടുണ്ട്. ഗായ്സ് അപ്പൊ ഇവിടെ നല്ല തണലൊക്കെ ഉണ്ട്. പിന്നെ പാറയുണ്ട് അപ്പുറത്താണ്. കണ്ടാ നമ്മുടെ അണ്ണാന്റെ വാളിന്റെ ഈലേക്കാണ് കഴിച്ചത്. പിന്നെ അതുണ്ടോ ഗൈസ്, അതുണ്ടോ മരത്തിൽ? ഗൈസ് മരത്തിൽ കണ്ട എന്തൊരു വള്ളി വള്ളി പോലത്തെ എന്തൊരു സംഭവം കൂടിയിരിക്കുക. എന്തുവാണെന്ന് അതിന്റെ പേര് എനിക്കറിഞ്ഞൂടാ. പിന്നെ തൊട്ടാവാടി ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെ അതെന്തോ മരം, അതിന്റെ തൊലി ഇല്ലാന്ന് തോന്നുന്നു. ഇതുപോലത്തെ സംഭവമില്ല. ഇതിനുമില്ല. വെള്ളമരം. ഗൈസ് ഇവിടെ ആരൊരു കല്ലിട്ടിട്ടുണ്ട്. കണ്ടാ കണ്ടാ. പിന്നെ ഗൈസ് ഇവിടെ നമുക്ക് വിശാലമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ട് അവിടെ ഏലും ഉണ്ട് ഗൈസ്. പിന്നെ എന്ത് ഒരു ബട്ടർഫ്ലൈ പോണു. നമുക്ക് എത്ര സ്ഥലമുണ്ട് ഗൈസ്. കണ്ടോ ഇവിടെ ഒക്കെ കുറെ കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇന്ന് നോക്കിയാൽ അത് കണ്ടോ പാറയുടെ ആ ഇത് കാണും സൈഡ്. നമ്മൾ അന്നേരം ഇറങ്ങിയ പൈനാപ്പിളൊക്കെ ഉള്ള ആ സൈഡ് ഇവിടുന്ന് കാണാൻ പറ്റും ഗൈസ്. നമുക്ക് മേളിലേക്ക് പോവാം. ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വാ കണ്ട ഗൈസ്. അയ്യോ ഇന്നിവിടെ വലുതായിട്ടൊന്നും പറയാനില്ലല്ലോ ഗൈസ്. ഇവിടെ എന്നാ ആദ്യം പറഞ്ഞൊക്കെ തന്നെ. പിന്നെ ഇവിടെ പൂവുണ്ട് കണ്ട. ഇതിങ്ങനെ പിടിച്ചാൽ നമുക്ക് ഇങ്ങനെ വെക്കാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാം. കണ്ട ഗൈസ് എന്തോ ഒരു ഇതിന്റെ മറ്റേ ഒരു സംഭവമില്ല, തൂവൽ കണ്ടോ. എവിടെ ഇരിക്കട്ടെ, നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം ഗൈസ്. വീട്ടില് നമുക്ക് എവിടെയെങ്കിലും വെക്കാം ഗൈസ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതുണ്ടോ ഏതൊരു മരത്തിന്റെ ഇതൊന്നും എന്താ മറ്റേത് ഇവിടെയും കല്ലൊക്കെ ഉണ്ട് ഗൈസ്. വാ പിന്നെ കണ്ട ഗൈസ് ആ ഒരു കല്ലില് നമ്മുടെ അണ്ണാന്റെ വാല് കൂട്ടം കൂടി നിൽക്കുക. ബാ അപ്പൊ നമ്മള് എന്താ ഈ സംഭവം പറിക്കാൻ പോവാണ്. ഇതിന്റെ പേരെന്താ നമുക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്നാ പറയുന്നതെന്ന് പറയണം കേട്ടോ. മഞ്ഞയുണ്ട്, റെഡ് ഉണ്ട്. ഇനി ബാക്കി നമുക്ക് ഇവിടെ പറിക്കാൻ കുറച്ചൊക്കെ ഉണ്ട് ഗൈസ്. കണ്ട് ഇവിടെ ഒക്കെ കുറെ ചാടി കിടക്കുന്നുണ്ട്. കണ്ടോ ഗൈസ് ഒരു പഴുത്ത ചാടി കിടക്കണു. ഇത് അവിടെ പക്ഷെ എല്ലാം കേടായിപ്പോയി. ഇവിടെയൊക്കെ കുറെ ചാടും. കണ്ട ഗൈസ് അതാണ് ആ മരം. നമുക്കത് പറിക്കണമെങ്കിൽ ഒരു തോട്ടി വേണം. തോട്ടി നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് അത് വെച്ച് പറിച്ചു നോക്കാം. കണ്ട ഗൈസ് എന്നെക്കാളിലും വലിയ തോട്ടി. അയ്യോ എവിടെ ഇട്ടിപ്പോ. കുറച്ച് വെയിറ്റ് ഉള്ളത് കൊണ്ട് പറ്റുള്ള. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഒരെണ്ണം കണ്ടിട്ടുണ്ട്. അത് നമുക്ക് പറിച്ച് നോക്കാം. നമുക്ക് അതിന്റെ അപ്പം കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വലിക്കണം. നോക്കട്ടെ. അയ്യോ പറ്റൂല ഗൈസ്, പറ്റൂല. ഇപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യണം. ഇവിടെ എവിടെയെങ്കിലൊക്കെ കാണും. അതേ കാണും. കിട്ടി.
ഈ പ്രാവശ്യം നമുക്ക് ഓറഞ്ച് ആണ് കിട്ടിയത്. നമുക്ക് വണ്ടർഫുൾ കളറൊക്കെ കിട്ടുന്നേ. അതിന്റെ ഒപ്പം വേറെ ഉണ്ട് ഉണ്ടാ വണ്ടർഫുൾ കാണിച്ച് കണ്ടോ, 2 മഞ്ഞ, ഒരു ചുമപ്പ് ആവാറായ ഒരു കളർ, പിന്നൊരു ഓറഞ്ച്. വെറൈറ്റി കളറാ ഫുള്ള്. അയ്യോ പച്ച ഉണ്ടായിരുന്നല്ലോ. നമുക്കൊരു പച്ചയും കൂടെ പറിച്ചിട്ട് പച്ചയും കാണിക്കാം. അടുത്ത പറിക്കാം. അയ്യോ അയ്യോ നമ്മുടെ ഇത് ജസ്റ്റ് ഒന്ന് ഇതേക്ക് കറക്റ്റ് ടാർഗറ്റ് ചെയ്ത് വെക്കണം ഗൈസ്. നല്ല വെയിറ്റ് ഉള്ള ഇതായ കൊണ്ടേ ഈ ഭാഗം ഇതിന്റെ കുഴപ്പ് കാണും ഗൈസ്. എവിടെയെങ്കിലും ഒന്ന് കുരിഞ്ഞിരിക്കും. അയ്യോ ഞാൻ അവിടെ നിന്ന് സൈഡിൽ നിന്ന് ഒന്ന് പറിക്കാം. അടുത്ത പറിക്കാം. അയ്യോ അയ്യോ നമ്മുടെ ഇത് ജസ്റ്റ് ഒന്ന് ഇതേക്ക് കറക്റ്റ് ടാർഗറ്റ് ചെയ്ത് വെക്കണം ഗൈസ്. നല്ല വെയിറ്റ് ഉള്ള ഇതായ കൊണ്ടേ ഈ ഭാഗം ഇതിന്റെ കുഴപ്പ് കാണും ഗൈസ്. എവിടെയെങ്കിലും ഒന്ന് കുരിഞ്ഞിരിക്കും. അയ്യോ ഞാൻ അവിടെ നിന്ന് സൈഡിൽ നിന്ന് ഒന്ന് പറിക്കാം. ഗൈസ് നമ്മളെ ജസ്റ്റ് ഒന്ന് തൊട്ടപ്പോഴത്തേക്ക് എന്തേ അവിടെ നിന്ന് ചാടിയിട്ടുണ്ട്. പച്ച കളറ് പോലത്തെ ഒരു മഞ്ഞ കളർ ഉണ്ടോ? അപ്പൊ നമുക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒന്നും വേണ്ട, ഉണ്ടോ? ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് അടുത്ത് നോക്കാം. അതിന്റെ അടുത്ത് തന്നെ ആയിട്ട് വേറെ പറിച്ചിട്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് എത്ര ഇട്ടോളൂ. ഇപ്പൊ എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ 1 2 3 4 5 6 7 ഇത് ഈ ഫ്രൂട്ട് നമ്മള് പറിച്ചിട്ടുണ്ട്. ഇതിന്റെ പേരെന്തായാലും എല്ലാരും പറയട്ടോ. ഞങ്ങക്ക് ഇതിന്റെ പേരൊക്കെ അറിയില്ല. 2 മഞ്ഞ, 2 റെഡ്, 2 ഓറഞ്ച്. ഇത് ഓറഞ്ചിനും റെഡിനും നടുക്കുള്ള ഏതൊരു കളർ കണ്ടോ. നമുക്ക് ഇത്രയാണ് കിട്ടിയേക്കണേ. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ഞെക്കിയേക്കാം.